ഈ കുഞ്ഞുടുപ്പിടുന്നത് കൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്ര മലയാളികൾക്ക് അതന്നെ ഈ കൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടാണോ? ചേച്ചിമാരോട് ഒരു കാര്യം പറയും, ചേച്ചിമാരെ നിങ്ങളെ കാലിന്റെ തൊടയൊക്കെ ചേട്ടന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കും, കാണാത്തത് കാണുമ്പോ അവർക്ക് ഇച്ചിരി ആക്രാന്തൊക്കെ വരും. അതുകൊണ്ടായിരിക്കും ഈ ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിൽ. പക്ഷെ ഇത് ഈക്വലി ആണ്, പുരുഷന്മാർക്കല്ലേ പ്രശ്നം, പുരുഷന്മാരെക്കാളും പ്രശ്നം സ്ത്രീകളാ അല്ലെ? ഒരു നന്നായിട്ട് എനിക്ക് ഇത് പറ്റുന്നില്ല, അപ്പൊ ഇവളിട്ട് കഴിഞ്ഞ ഓഹോ ഇവിടെ ഒന്ന് തളർത്തി വിടാം കാര്യം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ചേട്ടന്മാര് പൊളിയാ. എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവരല്ലേ പെണ്ണുങ്ങളെ കാട്ടി അല്ലേ? അതന്നെ, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് കുശുമ്പ് കൂടുതലാണല്ലോ. എനിക്ക് കുശുമ്പൊന്നുമില്ല കേട്ടോ, നല്ല സുന്ദരിയാ. ആദ്യം അത് പറഞ്ഞായിരുന്നു നല്ല സുന്ദരിയാണ്. പക്ഷെ ഞാൻ ശരിക്കും പറയാണ്, ഞാൻ പേഴ്സണലി പറയാണ്, ചേച്ചിക്ക് ഒഫൻഡ് ആവുമെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ റീൽ കാണുമ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യും. ഇപ്പൊ എൻ്റെ ഏജിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏജാണ്, കാരണം യങ്സ്റ്റേഴ്സ് ആണ്. പക്ഷെ ഞാൻ ജഡ്ജ് ചെയ്തു. പക്ഷെ ജഡ്ജ് ചെയ്തിട്ട് ഞാൻ ആ ഗേറ്റ് കയറി വരുന്ന വരെ ഉള്ളൊരു ഇമേജേ അല്ല ചേച്ചിനോട് ഇപ്പൊ എനിക്കുള്ളത്. ഐ റിയലി റെസ്പെക്ട് യു. താങ്ക് യു. ലൈക്ക് എന്താ പറയാ, നമ്മള് ഏൺ ചെയ്യുന്ന റെസ്പെക്ട്, അത് ചേച്ചി എന്തായാലും ഏൺ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ കണ്ണുണ്ടപ്പോ അതന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് ലൈക്ക് എനിക്ക് ഒഫൻഡ് ആവുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചേച്ചി അങ്ങനെ എടുക്കുന്ന ഒരാളല്ലാത്തോണ്ട് ഞാനിത് ഓപ്പൺ ആയിട്ട് ചേച്ചിനോട് പറയുന്നത്. ചേച്ചി ഏൺ ചെയ്ത റെസ്പെക്ട് തന്നെയാണ് ഇത് എന്നുള്ളത്. അല്ല, എനിക്കും എന്താ പറയാ പറയാറുണ്ട്, പേഴ്സണലി അറിയാവുന്നതിന്റെ എന്നോട് പറയാറുണ്ട്, നീ ഇത്ര സിമ്പിൾ ആണോ, നീ ഇത്ര പാവാണോ. പക്ഷെ റീലി കാണിക്കുന്ന കാലാകലം നമുക്ക് നമ്മളെ എങ്കിലും അതാണല്ലോ, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അടച്ചു പൂട്ടി വെച്ചിട്ട് നമുക്ക് മരിക്കാനൊന്നും നേരമില്ല. ലൈഫ് മുറുകെ പിടിക്കണ്ടേ, ഫാമിലി ഉണ്ടേ, നോക്കണം. ഇതിപ്പോ എന്നെയല്ല തെറി പറയുന്നത്, എന്റെ വീട്ടുകാർ സേഫ് ആണല്ലോ, അത്രേ ഞാൻ നോക്കാറുള്ളൂ. കുഴപ്പമില്ല, പറയട്ടെ. പക്ഷെ ആ ഫാമിലി സപ്പോർട്ട് തന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല. അച്ഛനാണേലും അമ്മയാണേലും മക്കളാണേലും ഒക്കെ കട്ടയ്ക്കുക. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു ബാധിക്കുന്ന കേസില്ല. നിങ്ങൾ എന്നോട് പറയാ, ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ തലവഴി മുണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കണ്ണിന് ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കിയൊക്കെ നോക്കുന്നിട്ടാ പോകുന്നതെന്ന് പറയാം. ഞാൻ പബ്ലിക്കായിട്ട് ചാലക്കുടി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ച് എന്റെ വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യും. എന്റെ അച്ഛൻ്റെ അവിടെ ചിലവർ അവിടെ വിട്ടാൻ പോകും. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ലൈവില് വരുമ്പോൾ ഞാൻ നല്ല പുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുള്ളൂ. പക്ഷെ ചിലവർ പറയാറുണ്ടല്ലോ, ലൈക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ മക്കൾ അനുഭവിക്കും, അല്ലെങ്കിൽ മക്കൾക്കായിരിക്കും ചീത്ത. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ അതൊന്നും വലിയ ആവശ്യമുണ്ട്. ഇപ്പൊ മക്കള് അപ്പനും അമ്മയും പോലും പറഞ്ഞാൽ കേൾക്കാത്ത കാലഘട്ടം. നമ്മളെ നോക്കിയ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്നോ നാളെ തീരുന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് നീ വരാൻ പോകുന്ന സമയം നോക്കി ദുഃഖിച്ചിരിക്കാൻ നമുക്ക് പറ്റൂല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇപ്പൊ നമ്മുടെ മക്കളെ മാത്രം നോക്കി എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടിയാലും നമുക്ക് 40, 45, 50 വയസ്സാകുമ്പോൾ ഇവര് എന്തായാലും നമ്മളെ അനാഥാവസ്ഥയെ കൊണ്ട് വിടും. ഇവർക്കൊരു ജീവിതമായി കഴിയുമ്പോഴത്തേനും. അപ്പൊ നമ്മളുള്ള ലൈഫില് ഇവരെ നോക്കുക, നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാറ്റിയൊക്കെ വെച്ചേക്കാം, ഒന്ന് എൻജോയ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രാഷ്ട്രീയ കടക്ക് പുറത്തുനിന്ന് ചവിട്ടേക്ക് ഉന്തിടും കൊണ്ടുവന്ന്. പിന്നെ നമ്മൾ കുറച്ചിറങ്ങിട്ട് നമ്മൾ എന്താ ലൈഫിൽ ചെയ്തേ അങ്ങനെ ഒരു തോട്ട് വരില്ലേ? നമുക്ക് പറയാലോ, ഞാൻ ഇന്ന സ്ഥലം കാണാൻ പോയി, ഞാനൊന്ന് അടിച്ചു പൊളിച്ചു നമുക്ക് പറയാം. അതെ, മക്കളെ കൈ പിടിച്ചോണ്ട് നമ്മൾ ജീവിച്ചു കഴിയുമ്പോഴത്തേനും ഇതുങ്ങളെ വഴിക്കിറങ്ങി പോകും. ഒരു ഇതുമില്ല, ഉറപ്പാണ്. അത് ഏത് നാട്ടിൽ പോകുവാണെങ്കിലും ഏത് ടൗൺ ആണെങ്കിലും ഉണ്ടാവും. നമുക്ക് ആ ഒരു തോട്ടില്ല പാരന്റ്സിന് ഇപ്പൊ വേണ്ടതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പത്തെ ഒരു അവസ്ഥക്ക് വെച്ചിട്ട് അത് എന്തായാലും കരുതിയിരിക്കണം. നമുക്ക് വേണ്ടി 2 മണിക്കൂർ മാറ്റി വെച്ചേക്കാം.